പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഒരുപാട് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിൻ്റെ നൊസ്റ്റാൾജിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ പിള്ളേരെ കൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ ഞാനൊക്കെ കൂടിയിട്ട് ഇതുപോലെ അടുപ്പൊക്കെ കത്തിച്ച് എന്തെങ്കിലുമൊക്കെ ഡിഷൊക്കെ ഉണ്ടാക്കും. പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇതുപോലെ ഞങ്ങളുടെ ചേട്ടനും ചേച്ചിമാരൊക്കെ ഞങ്ങൾക്ക് പായസവും കഞ്ഞിയും ഒക്കെ വെച്ച് തരാറുണ്ട്. അപ്പോൾ ഈ അടുപ്പ് കത്തിക്കണത് എങ്ങനെയാണെന്നോ വിറകടുപ്പിൻ്റെ മണമൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പരിചയമില്ല. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ പാലൊഴിച്ച കറിയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ്. അവരത് നന്നായി ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. ഉണ്ടാക്കി നല്ലോണം പഠിച്ചിട്ടുള്ളൊരു കറിയാണ്. ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചു. അതിനകത്തേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് സവാള ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ അമ്മയുടെ മേൽനോട്ടത്തിലാണ് കേട്ടോ പിള്ളേർ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ സവാള വഴണ്ട് വരാനായിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുപ്പൊക്കെ കെട്ടുപോകുമ്പോൾ പിള്ളേർ തന്നെയാണ് കേട്ടോ ഊതി കത്തിക്കുന്നത്. ഇവിടെ എപ്പോഴും വിറകടുപ്പിൽ കത്തിക്കുന്നതുകൊണ്ട് പിള്ളേർക്ക് ഇതൊക്കെ നല്ല ശീലമാണ് കേട്ടോ. തീ തള്ളി വെക്കാനും ഊതാനും ഒക്കെ അവർ വരാറുണ്ട്. ഞങ്ങളിവിടെ എരിവ് കുറവ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ, വേറെ പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. മഴച്ചാറ്റലുള്ളൊരു സമയത്താണ് കേട്ടോ ഞങ്ങൾ കുക്കിങ്ങിന് ഇറങ്ങിയത്. നല്ല കാറ്റുണ്ടായി, അതുകൊണ്ട് അടുപ്പ് കത്തിക്കാൻ ഇത്തിരി പ്രയാസമായിരുന്നു. ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ചിക്കൻ മസാലയാണ് കേട്ടോ. ഗരം മസാല തീർന്നു പോയതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ മസാല വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ചേച്ചീനെ കൊണ്ടൊന്നും ചെയ്യാൻ സമ്മതിക്കാതെ അനിയത്തി തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. വിറക് മുറിച്ചിടാനായിട്ട് ആളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ വലിയ വിറകാണ് കേട്ടോ അതിനകത്തെടുത്ത് വെച്ചിരിക്കുന്നത്. ചെറിയ ചാറ്റലൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് തന്നെ കറി വെക്കാൻ ഒരുങ്ങി. എന്തായാലും കറി വെന്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുള്ളൂന്ന് തീരുമാനിച്ചിരുന്നു കേട്ടോ. അപ്പം ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് കറി വേവണ വരെയൊന്നും മഴയ്ക്ക് പ്രശ്നം ഉണ്ടായില്ല. ചെറിയ ചാറ്റലോട് കൂടെ ഇവിടെ നിന്നു. അതാ ഞങ്ങളുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ബാലമോൾക്ക് ഇലയിൽ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ചേച്ചി തന്നെ ഉണ്ടാക്കിയ കറി ബാലമോൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ പിള്ളേരുണ്ടാക്കിയ കറി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യണേ, ഒപ്പം തന്നെ ലൈക്കും ചെയ്യണേ.